ഗാസ വിഷയത്തിൽ യുഎസിനെ തള്ളിപ്പറഞ്ഞ് ഇസ്രായേൽ. ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസ മുനമ്പിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാന തീരുമാനങ്ങൾ യുഎസ് എടുക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ആഴ്ചതോറുമുള്ള മന്ത്രിസഭാ യോഗത്തിൽ സംസാരിച്ച നെതന്യാഹു യുഎസും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു. ഞാൻ വാഷിങ്ടണിലായിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞത് അമേരിക്കൻ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്നും അതിൻ്റെ സുരക്ഷാ നയം ഞാൻ നിർദ്ദേശിക്കുന്നുവെന്നുമാണ്. ഇപ്പോൾ അവർ നേരെ വിപരീതമാണ് അവകാശപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടം എന്നെ നിയന്ത്രിക്കുകയും ഇസ്രായേലിൻ്റെ സുരക്ഷാ നയം നിർദ്ദേശിക്കുകയും ചെയ്യുന്നുവെന്ന്. രണ്ടും ശരിയല്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്, യുഎസും ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഞങ്ങൾ തമ്മിൽ പങ്കാളിത്ത ബന്ധമാണുള്ളത്, നെതന്യാഹു പറഞ്ഞു. ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ, നമ്മുടെ സുരക്ഷാ നയം നമ്മുടെ കൈകളിലാണ്. നമുക്കെതിരായ ആക്രമണങ്ങൾ നമ്മൾ സഹിക്കില്ല. ലെബനനിലും അടുത്തിടെ ഗാസയിലും ചെയ്തതുപോലെ ആക്രമണങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ വിവേചനാധികാരത്തിൽ പ്രതികരിക്കുന്നു. ഞങ്ങളുടെ 2 സൈനികർക്കെതിരായ ആക്രമണത്തിന് ശേഷം ഹമാസിനും ഭീകര ഘടകങ്ങൾക്ക് നേരെ ഞങ്ങൾ വെടിയുതിർത്തും. ഗാസ മുനമ്പിൽ ചെയ്തതുപോലെ അവ രൂപം കൊള്ളുമ്പോൾ തന്നെ ഞങ്ങൾ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നു. ഇസ്രായേൽ അതിനാരുടെയും അംഗീകാരം തേടുന്നില്ല. നമ്മുടെ സ്വന്തം സുരക്ഷ നമ്മൾ നിയന്ത്രിക്കുന്നു. ഏതൊക്കെ ശക്തികളാണ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കുന്നത് തുടരും, നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിലെ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ യുഎസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിലെത്തിയിരുന്നു. സൈനികർക്കെതിരെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന ഒരു ഫലം ഹമാസിനെ നിരായുധീകരിക്കുക എന്നിവ ഗാസയിൽ വിജയം നേടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ലക്ഷ്യമാണെന്നും കാഴ്സ് പറഞ്ഞു. ഏറ്റവും അടിയന്തര ദൗത്യം എല്ലാ ബന്ദികളെയും രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഈ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കാൻ ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യുമെന്നും കാഴ്സ് പറഞ്ഞു. ഗാസയിലെ ഹമാസിനെതിരെ IDF സൈനികർ നേടിയ മഹത്തായ വിജയം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ദൗത്യം തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. തുരങ്കങ്ങളിൽ 60% ഇപ്പോഴും നിലവിലുണ്ട്. അതിനൊപ്പം ഹമാസിൻ്റെ ആയുധങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നു, കാഴ്സ് പറഞ്ഞു.